ഇന്ന് രാത്രി തന്നെ നമുക്ക് ഉദയ്പൂർ എത്തണം കേട്ടോ. രാജസ്ഥാൻ ബോർഡർ കടന്ന് നമ്മുടെ ഉദയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം. ഇന്നത്തോടു കൂടി നമ്മുടെ യാത്ര അവസാനിക്കുകയാണ് കേട്ടോ. സോളോ ബൈക്ക് പാക്കിംഗ് കാശ്മീർ യാത്ര എന്താണെന്നുള്ളത് വഴിയേ പറയാം. കാലത്ത് നേരത്തെ തന്നെ എണീറ്റു. ഇന്നലെ രാത്രി കേരള ടയേഴ്സ് അവിടെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മലയാളിയുടെ അടുത്ത്. നമ്മുടെ ലാസ്റ്റത്തെ മലയാളി കോൺടാക്റ്റ് ആണ് കേട്ടോ ഉള്ളത്. ഗുജറാത്ത് കഴിഞ്ഞു. ഇന്നത്തോടു കൂടി ഗുജറാത്തിലത്തെ ലാസ്റ്റ് ദിവസം കൂടിയാണ്. ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡർ പങ്കിടുന്ന സ്ഥലത്ത് പോകുന്ന വഴി ഒരു ഗ്രാമങ്ങളുണ്ട്. അവിടെയൊന്നും അധിക നേരം നിൽക്കരുത്, മൂവിങ് ആയിരിക്കണം എന്ന് കേരള ടയേഴ്സിലത്തെ ദിനേശ് ചേട്ടൻ്റെ നിർദ്ദേശമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് സൈക്കിളിലത്തെ ടയർ പ്രഷറും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയുടെ അവസാനത്തെ ട്രിപ്പ് നമ്മൾ ഉദയ്പൂരിൽ കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഹിമ്മത്ത് നഗർ എന്ന് പറഞ്ഞിട്ട്, ആ ഹിമ്മത്ത് നഗറിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സിറ്റി കൂടെയാണ് പോണത്. ഇവിടുത്തെ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറും അങ്ങനെ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറും എല്ലാം ഉണ്ട് കേട്ടോ. എന്താണാവോ എൻ്റെ പൊന്നെ, കേരളത്തിൽ തൃശ്ശൂര്. ഞാൻ ബായ് ബായ് എന്ന് വിളിച്ചപ്പോ എന്താ പേര്? അശോക്. ഇവിടെ നാട്ടിലെ അടിപൊളി അടിപൊളി. ഞാനിവിടെ കേരള ടയേഴ്സ് ഉണ്ടായിരുന്നല്ലോ കുറച്ചായിട്ട് ബാക്കിൽ പോയിട്ട്, അവിടെ രാത്രി ചായ കുടിച്ചു. അതെ, പേര് ജോയൽ. ഞാനിപ്പോ ഒരു മാസത്തിന് മേലെ, ഡിസംബർ 29 സ്റ്റാർട്ട് ചെയ്തു. ഒരു മാസവും 10-15 ദിവസമൊക്കെ ആയി. കാശ്മീർ കാര്യങ്ങളൊക്കെ എടുക്കണുണ്ട് എല്ലാത്തിനും. അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, ഞാൻ നീങ്ങട്ടെ. ആ ഓക്കെ, ഇപ്പോൾ ഓക്കെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് ഗോപ്രോൻ്റെ ഏറ്റവും പവർ കൂടിയ എൻഡ്യൂറോ ബാറ്ററി എന്ന് പറയും, ആ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 40 മിനിറ്റായിട്ട് ഗോപ്രോ റെക്കോർഡിംഗ് ആയിരുന്നു കേട്ടോ. ഗോപ്രോയിൽ സ്പേസും ഇല്ല, ഒന്നുമില്ല. പറയുമ്പോൾ സംസാരിക്കുമ്പോൾ സാധനം തന്നെ ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് 100 ചാർജാക്കി വെച്ചതാട്ടോ. ഞാൻ വിചാരിച്ച് പണി പാളിയെന്ന്. അപ്പോൾ അങ്ങനെയും ഒരു പണികളൊക്കെ ചില സമയത്ത് കിട്ടും കേട്ടോ, അപ്രതീക്ഷിതമായിട്ട്. നമ്മൾ ശ്രദ്ധിക്കാണ്ടേ ക്യാമറ ഫുൾ ടൈം ഓണായിരുന്നു ഒരു 40 മിനിറ്റ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓഫ് ആവുണ്ടായിരുന്നത്. ഞാനും വിചാരിച്ചേ ഫുള്ള് സാധനം റെക്കോർഡിങ് കിട്ടണില്ല. അപ്പം ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞോണം ഹിമ്മത്ത് നഗർ എന്ന് പറഞ്ഞ നഗറിലെത്തി. അപ്പോഴാണ് മലയാളീനെ കണ്ടത്. ഞങ്ങൾ സംസാരിച്ചു, ഇന്ന് രാത്രി വേണമെങ്കിൽ ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഞാൻ പയ്യെ അവിടെ നിന്ന് നീങ്ങാട്ടെ. കാരണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കിലോമീറ്ററുകളായിട്ടുള്ളൂ റൈഡ് തുടങ്ങിയിട്ട്. അപ്പോൾ വെറുതെ എന്തിനാ. പക്ഷെ മലയാളീനെ കണ്ടു കഴിഞ്ഞാൽ താമസിക്കുന്നത് നല്ല കേട്ടോ, നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ കളയാം, നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഹിമ്മത്ത് നഗറിൽ നിന്ന് നമ്മൾ പയ്യെ വിടാം. ഇവിടെ ഒരു അമ്പലം ഞാൻ കണ്ടു കേട്ടോ, ശ്രീ സ്വാമി നാരായണ ടെമ്പിൾ. എൻ്റെ ദൈവമേ, ഗുജറാത്തിലത്തെ ഒരു അമ്പലം നോക്കിയേ, ഒരു കിടിലൻ അമ്പലം കേട്ടോ. അതും ഹൈവേയുടെ സൈഡിൽ തന്നെ, ഭയങ്കര അലങ്കാരപ്പണി. ചെറിയൊരു കൊട്ടാരം ഗൈസ്, ഫ്രണ്ടിലത്തെ ഗാർഡനൊക്കെ നോക്കിയേ, ചെറിയൊരു കൊട്ടാരം കേട്ടോ. അതുപോലൊരു അമ്പലം പണിത് വെച്ചിരിക്കുന്നത്. അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കിടിലൻ അമ്പലം. അവസാനം ഇത് അന്വേഷിച്ച് പിടിച്ച് വരുമ്പോഴേക്കായിരിക്കും കേട്ടോ അത് വലിയൊരു അമ്പലമാണ്, ഇതാണെന്നൊക്കെ മനസ്സിലാവുക. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വയ്ക്കും. എഡിറ്റ് ചെയ്യണ സമയത്ത് വോയിസ് ഓവർ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യണ പതിവ് കേട്ടോ. അപ്പോൾ കിടിലൻ അമ്പലം, അടിപൊളി. നോക്കിയേ, നല്ല രസമല്ലേ ഗൈസ്. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു അമ്പലമായതുകൊണ്ടേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കിടിലൻ ഗാർഡൻ ഏരിയ കേട്ടോ. ഈ സാമലാജി എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, ഉദയപൂർക്കാണ് നമുക്ക് എത്തേണ്ടത്. സാമലാജി എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് സ്ലം ഏരിയ ആണ് കേട്ടോ. ആ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഏരിയ ആണ്. അപ്പോൾ അവിടെ അധികം നേരം കിടന്ന് കളിക്കേണ്ടെന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ അത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ആ ഭാഗം വല്ലാണ്ട് കിടന്ന് കളിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് റൈഡ് ചെയ്ത് പൊക്കോന്ന് പറഞ്ഞു. ഒരു മലയാളി, നമ്മുടെ കേരള ടയറിലത്തെ ദിനേശ് ചേട്ടൻ. അപ്പോൾ നമ്മൾ ഒരു ഘാട്ടി കൂടെ കയറി തുടങ്ങിയപ്പോൾ ആക്ച്വലി നമ്മൾ RTO ഓഫീസ് കണ്ടിട്ടില്ല മോനെ.
അടിപൊളി വഴി കേട്ടോ. കുറച്ച് ക്ലൈമ്പും കുറച്ച് ഇറക്കും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയ എന്നാ പറഞ്ഞത് ഈ സ്ഥലം. മറ്റേ സാധനം ഉണ്ടല്ലോ ഇവിടെ, മുള്ളൻ. മുള്ളൻ വന്നല്ലോ, ഫോക്സിന് എന്താ പറയാ മലയാളത്തിൽ? ആ സാധനം താഴെ നിന്ന് കമൻറ്റ് ചെയ്യണ്ട. പിന്നെ ചില സാധനങ്ങൾ നാക്കിൻ്റെ തുമ്പത്തുണ്ടാവും, പക്ഷെ പറയാൻ കിട്ടില്ല കേട്ടോ. ഗൈസ്, ഇതെന്നൊരു സംഭവം RTO ടാക്സ് എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലാം RTO ഓഫീസോ ഓൺലൈൻ ടാക്സ്. അത് ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും എടുത്തു കൊടുക്കണതായിരിക്കും കേട്ടോ. എല്ലായിടത്തും ഇത്ര പേർക്ക് ബോർഡ് വെച്ച് നോക്കണം RTOൻ്റെ. നമ്മൾ വാളയാറൊക്കെ കണ്ടാണത് ഒറ്റൊരു ഇതല്ലേ, എന്തിനാണാവോ ഇത് അറിയില്ല. ഇന്ന് രാത്രി എന്തായാലും രാജസ്ഥാനിലാണ് താമസിക്കണത്. ഇന്ന് ഈ അടുത്തെങ്ങാനും ഇതുണ്ടാവും കേട്ടോ, വെൽക്കം ടു രാജസ്ഥാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സ്ഥലമുണ്ട്. DEF എന്ന് പറയുന്നത് ആഡ് ബ്ലൂ ആണോ? എനിക്കതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. DEF ആഡ് ബ്ലൂ എന്ന് പറഞ്ഞ സാധനമാണോ അറിയില്ല. ഞാൻ കുറേ കാണുന്നത്. എൻ്റെ പൊന്ന് ഗൈസ്, സൈക്കിള് ചവിട്ടി 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 നമ്മുടെ അവസാനത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തേക്ക് എത്തിയിട്ടാ. ഏത് അല്ലേ? രാജസ്ഥാൻ തന്നെയല്ലേ? എൻ്റെ ദൈവമേ, ഈ ഗുജറാത്ത് പോലീസ് എന്നാണല്ലോ കാണുന്നത്. രാജസ്ഥാനല്ലേ? അപ്പോൾ രാജസ്ഥാനല്ലേ ഗൈസ്? അതെ, രാജസ്ഥാൻ. തന്നെയല്ലേ ഉച്ചരിക്കുക? എല്ലാ മോനെ രാജസ്ഥാനെത്തി. എനിക്ക് ചിന്തിക്കാൻ വയ്യ കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഈ സാധനം കാണുമ്പോൾ. ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. എന്നാലും ഒന്നും കൂടി നിങ്ങളെ കാട്ടാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് കയറ്റി വെച്ച് ജസ്റ്റ് ഒന്നും കൂടി യു ഗായ്സ് എത്തി ഫൈനലി രാജസ്ഥാൻ. നമ്മൾ സൈക്കിളും കൊണ്ട് കേട്ടോ. ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ യാത്ര നല്ലോണം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആകെ കൂടി നിങ്ങളായാലും എൻ്റെ കസിൻസ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും പറയും, എടാ എന്തോന്നാടാ ഇത്രയൊക്കെ സൈക്കിൾ ചവിട്ടി വീഡിയോസ് എല്ലാ ദിവസവും എഡിറ്റ് ചെയ്ത് ഇത്ര കഷ്ടപ്പെട്ട് 5000 പേരടാ കാണുന്നുള്ളൂടാ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയും. ഫാമിലി ആയാലും കസിൻസ്, അവരൊക്കെ ഇഷ്ടം കൊണ്ട് പറയണതാണ് കേട്ടോ. നമ്മൾ ഇത്ര കോലം കെട്ട് ഉറക്കവും കളഞ്ഞ് ചെയ്യണത്, അത് ഞാനത് വീട്ടിലേക്കാണെങ്കിൽ ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷെ അതൊന്നും പോവാതെ ഓരോ കാര്യങ്ങളും എൻജോയ് ചെയ്യണത്, അത് ഈ സൈക്ലിങ്ങും ഇങ്ങനെ ഒരു ബാക്ക് പാക്കിങ് ട്രിപ്പിനോടുള്ള, അല്ലെങ്കിൽ എനിക്കറിയില്ല സൈക്കിളിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സൈക്കിൾ ഇങ്ങനെ പാക്ക് ചെയ്തൊക്കെ പോകുന്ന രീതിയോടാണോ എനിക്കിഷ്ടം, അതോ യാത്രയോടാണോ എനിക്കിഷ്ടം? എനിക്കത് ഇപ്പോഴും തിരിച്ചറിയാനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ല ചേട്ടാ. എനിക്കറിയില്ല അത് എന്തിനോട് ഇഷ്ടം കൊണ്ടാണ് എനിക്ക് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഓരോ സാധനങ്ങളും ചെയ്യണേന്ന് കേട്ടാ. എന്തിഷ്ടം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഒരുമിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അയ്യോ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ വേഗം പിടിക്കണം കേട്ടോ, സ്ഥലം പിടിക്കണം. 3:30-4 മണി കഴിഞ്ഞു. ഉച്ചയ്ക്ക് റെസ്റ്റ് എടുത്തു. അതൊന്നും ഇപ്പോൾ കാട്ടുന്നില്ല. മാക്സിമം ഷോർട്ടസ്റ്റ് ഫോമിൽ വ്ളോഗ് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായി മാറിയിട്ട് അപ്പോൾ എൻ്റെ മുന്നിൽ നിങ്ങളുടെ അടുത്തേക്ക് എല്ലാ ഇമോഷൻസും എക്സ്പ്രഷൻസും അല്ലെങ്കിൽ എല്ലാ കോൺവെർസേഷനും എല്ലാം ഉൾപ്പെടുത്തി മാക്സിമം ലാഗ് അടിപ്പിക്കാണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാട്ടോ. നമ്മുടെ വീട്ടിലെത്തിയിട്ടോ. മൈ സെക്കൻഡ് ഹോം, ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്. ഇവിടെ കിടന്നോന്ന് പറഞ്ഞു. നാളെ ഇങ്ങോട്ട് ഒരു സ്ഥലം കാട്ടിത്തരാൻ വേണ്ടി പോവാണ് കേട്ടോ. ഫുള്ള് കാട് മലമ്പ്രദേശമാണ് കേട്ടോ. ഫുള്ള് ടീക്ക് സൈക്കിള് ഇവിടെ വെച്ചു കേട്ടോ. ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൽ ഇങ്ങനൊരു സ്ഥലം കിട്ടണേ. ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണമെങ്കിൽ നമസ്തേ ഇവിടെ ടെൻ്റ് അടിക്കാം.
അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്നോന്ന് പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റൂം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കിടന്നോന്ന് പറഞ്ഞു കേട്ടോ. അടിപൊളി. നമുക്ക് ഇവിടെ കിട്ടിയാലും മതി കേട്ടോ, സുഖമായിട്ട് കിടന്നുറങ്ങാം ഇവിടെ. എന്തായാലും രാജസ്ഥാനിലത്തെ വെൽക്കമിങ് കൊള്ളാട്ടോ, പൊളിച്ച് ഒരു പെട്രോൾ പമ്പിൻ്റെ ഒരു റൂം തന്നവർ. എന്തായാലും അത് വളരെ സന്തോഷം കേട്ടോ. ഇന്ന് ഫുള്ള് പോസിറ്റീവ് ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. കാരണം നല്ല രാജസ്ഥാനിൽ കയറിയതിൻ്റെ സന്തോഷം, ഇവിടെ എത്തിയതിൻ്റെ സന്തോഷം അങ്ങനെ. സോ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കട്ടോ. ഇവിടെ നിന്ന് നാളെ ഇവിടെ നിന്ന് 100 കിലോമീറ്റർ 110 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമുക്ക് ഉദയ്പൂർ എത്താൻ. ഉദയ്പൂരാണ് നമ്മുടെ സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നത്. ആള് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ, അത് ഞാൻ പറയാം. പക്ഷേ എല്ലാ പോസിറ്റീവ് സാധനങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നെഗറ്റീവ് സംഭവിക്കണമെങ്കിൽ നമ്മളത് കാട്ടും, നമ്മൾ ഇങ്ങനൊരു സംഭവം മോശം സംഭവം ഉണ്ടായെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഫുള്ള് പോസിറ്റീവായിട്ടാണ് നടക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നാളെ രാത്രി ആണ് നമ്മൾ ആ ലൊക്കേഷനിലേക്ക് എത്താം. അപ്പോൾ നാളത്തെ വ്ളോഗിൽ എന്തായാലും ആ സർപ്രൈസ് നിങ്ങൾക്ക് അറിയാം കേട്ടോ. എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. കിടിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 6 മണിക്ക് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മളൊരു സന്തോഷത്തിന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേരെയൊക്കെ കാണുന്നുണ്ട്, കുറേ പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. നാളെ 6 മണിക്ക് കാണാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഞാൻ ഈ ടെൻ്റ് അടിച്ച് ഇവിടെ രാത്രി ചിലവഴിക്കുന്നതാണ് സുഹൃത്തുക്കളെ. ഗുഡ് മോർണിംഗ് ഗൈസ്. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം 7 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം. കാരണം ഇപ്പോൾ സമയം 6:30 ഇപ്പോൾ സമയം. ഇന്ന് 115 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടാനുണ്ട് കേട്ടോ. 4 മണിക്കൂറാണ് 100 കിലോമീറ്റർ കവർ ചെയ്യാൻ എനിക്ക് വേണ്ടത്. യാത്രയായതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാണാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് 5 മണിക്കൂറും 6 മണിക്കൂറും 7 മണിക്കൂറുമായിട്ട് ഇതാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉദയ്പൂർ എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ് പോണത്. ഇപ്പോൾ നമ്മളുള്ളത് ബോർഡറിലാണ്. ഇന്നലത്തെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതേ സെയിം സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ റൂമും കാര്യങ്ങളും എല്ലാം പല്ലും പ്രഭാത ഒരു കർമ്മങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. സോ സമയം കളയാതെ നമുക്ക് ഇവിടെ നിന്നും റെഡിയായി 113 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഉദയ്പൂരിലേക്ക് പോകാട്ടോ. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും കീപ്പ് ചെയ്യേണ്ട ഒരു സാധനം കേട്ടോ ഹുഡി. കാരണം കാലത്തൊക്കെ നമ്മൾ തിന്നായിട്ടുള്ള ജേഴ്സിയൊക്കെ ഇട്ടിട്ട് റൈഡ് ചെയ്യുന്ന സമയമാണെങ്കിൽ നല്ല രീതിയിൽ തണവടിക്കും കേട്ടോ. പിന്നെ ഞാൻ ഗോപ്രോ ചെസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെസ്റ്റിലേക്ക് കാറ്റടിക്കില്ല കേട്ടോ. കാരണം ഒരു പോർഷൻ ചെസ്റ്റിൽ ഒരു കവറിങ് ഉണ്ട്. പക്ഷേ കയ്യും കാലും നല്ല രീതിയിൽ തണവ് കിട്ടും. അപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു ഹുഡി പിടിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഹുഡി ഇട്ടിട്ടുണ്ട്. കാരണം ഓൾമോസ്റ്റ് രാജസ്ഥാൻ ബോർഡർ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ രാജസ്ഥാൻ കാലത്തൊക്കെ നല്ല തണവ് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് സൈക്കിളിൽ പോകുമ്പോഴൊക്കെ നല്ല രീതിയിൽ തണവ് അടിക്കുന്നുണ്ട്. നമുക്കറിയാലോ ഇന്നർ വയറും കാര്യങ്ങളൊന്നും നമ്മൾ ഇടുന്നില്ല. ഈ ഒരു സാധനം മാത്രമേ വലിച്ച് കേട്ടുള്ളൂ. ഇതിനൊക്കെ എന്തോരം തിന്നാണെന്ന് നിങ്ങൾക്കറിയാം. സോ കാലത്ത് സൈക്കിളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അധികം സമയം കളയാനില്ല. പോകാൻ നിന്നപ്പോൾ പെട്രോൾ പമ്പിലത്തെ ആൾക്ക് താങ്ക് യു ആ ചേട്ടന് ഒരു കോഫി വാങ്ങി കൊടുക്കുന്നു. നമുക്ക് എന്തോരം സാധനങ്ങൾ ആൾക്കാർ സ്നേഹത്തോടു കൂടി യാത്ര പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം അല്ലെങ്കിൽ ചെയ്യണം. ഞാൻ ഇപ്പോൾ ആൾക്കൊരു കോഫി വാങ്ങി കൊടുത്തു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പാല് വാങ്ങിയിട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴല്ല, കുറച്ചൊന്ന് കഴിയട്ടെ കേട്ടോ. വെള്ളം നിറച്ചു. ബ്രേക്ക്ഫാസ്റ്റിനുള്ള പാല് ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ കാട്ടിത്തരാം. ഇനിയിപ്പോൾ വലിയ ക്ലൈംബാണ് വരണേ. സാധാരണ എനിക്ക് സൈക്കിളിൽ ക്ലൈംബ് ചവിട്ടാൻ എത്രത്തോളം ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു ക്ലൈംബ് നല്ലൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന രീതിയിലുള്ള ലാൻഡ്സ്കേപ്പായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫുള്ളൊരു മരുഭൂമി പോലത്തെ ഒരു ഇതാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് വിൻ്ററൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ പയ്യാണ് കേട്ടോ, ഭയങ്കര സ്ലോവിലാണ്. ഫുള്ളൊരു ഏകദേശം ഒരു 113 കിലോമീറ്ററാണ് നമ്മൾ താമസിച്ച പെട്രോൾ പമ്പിൽ നിന്ന് ഉള്ളത്. പെട്രോൾ പമ്പ് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ബോർഡർ കഴിഞ്ഞ വശം തന്നെയാണ് കേട്ടോ പെട്രോൾ പമ്പ്. അപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് 113 കിലോമീറ്ററാണ് ഉദയ്പൂർക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഫുൾ ഇത് പകുതിയും ഈ ഫുള്ള് ഇങ്ങനത്തെ ലാൻഡ്സ്കേപ്പ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല വ്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കിട്ടിലൻ ഹൈവേയും കൂടി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഭയങ്കര സ്ലോവിലാണ് പോകുന്നുണ്ടായിരുന്നത്. ഇവിടെ വഴിയരികിൽ ഫുള്ള് എൻ്റെ വിശ്വാസം ഇത് ഗോതമ്പാണെന്നാണ് കേട്ടോ. ഗോതമ്പിൻ്റെ പാടങ്ങളാണെന്നാണ്. ഓ ചപ്പാത്തി ബനാത്തെ ഓ ചപ്പാത്തി റൊട്ടി
ആ ചപ്പാത്തി ഉണ്ടാക്കണത് ഗോതമ്പ് കൊണ്ടല്ലേ ഫുള്ള്. ഫുള്ള് ഇതാണ് കേട്ടോ. ഇത് ചെറുത് വരണ വഴിക്ക് ഫുള്ള് കാണുന്നുണ്ട്. രാജസ്ഥാനിൽ എൻ്റെ പൊന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ. ഗോതമ്പിനില്ല കേസ് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ. അടിപൊളി. ഈ ഭാഗങ്ങൾ ഫുള്ള് കണ്ടോ. അവിടെ അത് കാണുന്നത് ഒരു വീടാണ്, ഇതൊരു വീടാണ്, ഇതൊരു വീടാണ്, അതൊരു വീടാണ് കേട്ടോ. അങ്ങനെ ഫുള്ള് വീടിൻ്റെ നടുവിൽ കുറച്ച് സ്ഥലത്ത് ഈ സാധനം കേട്ടോ. ഗോതമ്പ് കൃഷി. ഗോതമ്പ് പാകമായിട്ടില്ലാന്നുണ്ട്. അവരുടെ ഡ്രസ്സുകളൊക്കെ നോക്കി ആ ചേച്ചിയുടെ. हाँ पक्कड़ हो गया. सेकंड हैंड है हमारा. दिस ओरिजिनल वाला 40,000 ओरिजिनल. वो पकड़ा है. कंप्लेंट है इधर. അപ്പോൾ അവിടെ ഫുള്ള് ഗോതമ്പിൻ്റെ പാടാണ് കേട്ടോ. ഞാൻ വരുന്ന വഴി കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫാം കാണുമ്പോഴാണ് നമ്മൾ ഇവിടെ നിർത്താട്ടോ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാൻ കഴിച്ച് ക്യാമറയുടെ വിലയൊക്കെ അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് ഇവരുടെ സെറ്റപ്പ്. അവർ ഫുഡ് കഴിക്കാൻ അവിടെ ഓടിയുന്നുണ്ട് കേട്ടോ പെണ്ണുങ്ങൾ. എൻ്റെ പെണ്ണെ ഫുള്ള് ഗോതമ്പ് കൃഷി. അടിപൊളി. ഞാൻ ഹൈവേയിൽ കുറേ ഇങ്ങനെ അടുപ്പിച്ച് കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, എന്താ സംഭവം എന്ന്. നമ്മുടെ നാട്ടിൽ നെല്ല്, ഇവിടെ ഗോതമ്പ്. പാലക്കാട് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാണില്ലേ കുറേ നെൽപ്പാടങ്ങൾ. അതുപോലെ ചെറിയ സ്ഥലത്തായിട്ട് നിങ്ങൾ ക്യാമറയിൽ എന്താണെന്ന് അറിയില്ല വീടിൻ്റെ ചുറ്റുപാടും കണ്ട. ഇത് ഫുള്ള് കുറച്ചുകൂടി സ്ഥലം കൂടുതലുണ്ട് കേട്ടോ. അത് ഗോതമ്പിൻ്റെ അവിടെ ജിയോൻ്റെ ഒരു പമ്പുണ്ട്. അതിനെ പമ്പിൻ്റെ ബാക്കിലും ഈ ഗോതമ്പ് പാടം കേട്ടോ. നമ്മൾ അവിടെയാണ് ആ വീടിൻ്റെ അപ്പുറത്ത് നിന്നുണ്ടായിരുന്നത്. അടിപൊളി. ആ കണ്ട നേരത്തെ കാട്ടിയെന്ന പെട്രോൾ പമ്പിൽ ഞാൻ പയ്യെ സൈഡാക്കിയിട്ടാ. വേറൊന്നല്ല, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എനിക്ക് ആ അസുഖം വന്നില്ല കേസ്. 5 ദിവസം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നത്. അതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും പാല് കുടിക്കാൻ പോണത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. ഒരു പാക്കറ്റ് പാല്. ഈ ഒരു പാക്കറ്റ് പാലിൽ നമ്മുടെ മ്യൂസിലി ഉണ്ടല്ലോ, ഓട്സും നട്ട്സും അതും ഇതൊക്കെ ആയിട്ട് ഒരു കാഡ്ബറിയുടെ സാധനം എടുത്തിരിക്കണേ. കാഡ്ബറി ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലസ് ഞാനിന്ന് കാലത്ത് കുറച്ച് നമ്മുടെ പോങ്ക്രമേറ്റ്, മാതളം അല്ലെങ്കിൽ അനാർ എന്നൊക്കെ പറയും കേട്ടോ, അനാറും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആ പാലിൻ്റെ പാക്കറ്റിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിയും കേട്ടോ. ഇങ്ങനെയാണ് ഇതുണ്ടാവുക കേട്ടോ. പാലൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതാ മാതളം മ്യൂസിലെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഞാനിത് ടെസ്റ്റ് ചെയ്യണതാട്ടോ. മാതളം ആദ്യമായിട്ടാണ് ഞാൻ ഇടണത്. പക്ഷെ കൊള്ളാട്ടോ. അതിൽ മാതളം കുറച്ച് കടിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് കൊള്ളാം, പൊളിച്ച്. ഈ ഡിഷ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഒരു പാക്കറ്റ് പാല് ഇൻ കേസ് ഓഫ് എമർജൻസി കഴിക്കാൻ വേണ്ടിയുള്ള മ്യൂസിലി വാങ്ങി സ്റ്റോക്ക് ചെയ്യുക നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ്, മാതളോ ആപ്പിളോ എന്തെങ്കിലും ഇട്ട് നോക്കിയാൽ. നാളെ ആപ്പിൾ ഇട്ട് നോക്കിയോ കേട്ടോ. ഇതെന്തായാലും കൊള്ളാം. ബ്രേക്ക്ഫാസ്റ്റ് പൊളിച്ച്. ഇതാ കാഡ്ബറി. ഓ പയ്യ വിടാട്ടോ, സമയം നേരം വൈകണു. അവിടെ ഒരു ലോറി മറിഞ്ഞു കേട്ടോ. ഫ്രഷായിട്ട് മറിഞ്ഞതാന്നുണ്ട്. അത് കാണാൻ പോയിട്ട് ഞാൻ മറിയില്ലല്ലോ, വണ്ടി നോക്കട്ടെ കേട്ടോ. പുതിയതായിട്ട് മറിഞ്ഞതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ ഫുള്ളടക്കം മറിഞ്ഞ്. ഓക്കെ ഫുള്ള് മറിഞ്ഞ്. कब हो गया मॉर्निंग? कब हो गया? रात ओ हाँ पूरा लोड वो हाँ वो क्या है? गुड़ हाँ शुगर
ഷുഗർ 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 ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് വരണേ. ഇതാണ് സാധനം വരണേ. ശർക്കര തന്നെയല്ലേ? എൻ്റെ പൊന്നെ ഫുള്ള് പോയാറല്ലേ. ഒരു ലോഡ് ഫുള്ള് ശർക്കര. എൻ്റെ ദൈവമേ, ഉറുമ്പുകൾക്ക് ഇന്ന് സദ്യ ആയിരിക്കും കേട്ടോ. വേണോ നിറച്ച് ഇതുകളാ, ലോറികളാ. ഒരു ലോഡ് ഫുള്ള് മറന്നോട്ടാ. ഈ സാധനം ഫുള്ള്, ഈ കിടക്കുന്ന സാധനം ഫുള്ള് മറഞ്ഞു. ഈ അടിപൊളി. പാവങ്ങള് എത്ര നഷ്ടം വന്നിട്ടുണ്ടാവും. അപ്പുറത്തുണ്ടല്ലോ. ഇതെന്തിനാ ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ടിരിക്കണ ശർക്കര? നോക്കിയേ, കണ്ടോ? ശർക്കര ഉണ്ടയായിട്ട് പിടിച്ചിട്ടിരിക്കുന്നതാണ്. അടിപൊളി. നോക്കിയേ ഫുള്ള്. അവരതിൻ്റെ ആൾക്കാരെ വിളിച്ചോണ്ടിരിക്കട്ടെ. ഇപ്പം തന്നെ വീണതാ, ഇപ്പം തന്നെ വീണതാ അവനാ. दोनों गुजरात से प्रयागराज जा रहे हैं. हम बाइक लेके जा रहे हैं. वो होगा 1600 किलोमीटर तकरीबन 6-7 दिन. ओह माय गॉड. फिर भी कान टूट गया. व्लॉगर है अपना चैनल है कोई? केरला व्लॉग नहीं, एक छोटी तो सब्सक्राइब कर देते हैं यार. हाँ, आपका नाम? चिराग पनारा. चिराग पनारा. आपका? मयूर पटेल. ओके. कितना किलोमीटर हो गया गुजरात से? गुजरात से 500-550 कितना? We have traveled approx 480. 480 kilometers. 480 Oh, how many days? Just 2 days. 2 days. On bike. टोटल किलोमीटर कितना है गुजरात से प्रयागराज? टोटल कितना? Total 1520. 1520 और 70-80 उधर का लोकल जो भी. 1000 किलोमीटर. 1000 1500 1500. Yeah. Okay, 1500 kilometers. That's why we are saying. चालू है मेरे भाई, लगता है मेरे को. That's why we are saying. You are great. तेरा चैनल चालू, सब्सक्राइब करेगा मैं तेरा चैनल भाई. थैंक यू. नाम बोलो यार. मेरा नाम जोयल. नहीं वो तो सही है. Joyal joshy. सही में चैनल दिखो मेरे वो को. प्रयागराज इज टू क्राउडेड एक्चुअली. हाँ, टू मच. वो ट्रेन नहीं है इधर से गुजरात से? नहीं है. हाँ. वेटिंग है 4-5 दिन का यार. ओ, और मिल जाएगा 300 किलोमीटर फंस जाएगा. ट्रैफिक कितना है वो महाकुंभ है ना, इसके लिए भाई. No, it was crowd because of. अपना चैनल यार नाम डालो ना इसमें. At 12 it was Purnima Snan. That's why. पूर्णिमा था ना कल. अभी लेट पहुंचे. That's why it was. हाँ यार, अपने बढ़िया है फॉलोवर यार. यार 4,61,486. छोटी चैनल है. नहीं बड़ा है यार चैनल. नहीं बड़ा तो तेरी मिनिटी का ही है चैनल. सॉरी. എൻ്റെ പൊന്നെ അവര് യാത്ര. താങ്ക് യു ബ്രോ, താങ്ക് യു. चलो पानी पीने का, चाय पानी आगे. या श्योर. तो आगे स्टॉप पे खड़े होते हैं. ओके. आप पीछे हो भाई. ओके. ठीक है, आगे रुकते हैं. ओके मिलते. ഓക്കെ. എൻ്റെ പൊന്നെ, നമ്മുടെ പ്രയാഗ്രാജിലുള്ള മഹാകുംഭമേള കാണാൻ അവർ പോകുന്നു. സീൻ 1500 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ ആ ഭാഷയിൽ. സമ്മതിക്കണം. 13 കിലോമീറ്റർ ഉള്ളൂ ഇനി ഉദയ്പൂർ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവമായിട്ട് യാത്രയായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ധൈര്യമായിട്ട് പോരെ ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഉദയ്പൂർ സിറ്റിയുടെ കവാടമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഉദയ്പൂർ സിറ്റിയിലേക്ക് കയറുമ്പോൾ കണ്ടതാണ് കേട്ടോ. സിറ്റി എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയൊന്നുമില്ല കേട്ടോ. ഉദയ്പൂർ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ട പോലത്തെ ഇതൊന്നും എനിക്ക് കിട്ടിയില്ല, വൈബൊന്നും കിട്ടിയില്ല. ഒന്നാമത് ഞാൻ വയ്യാണ്ടായിട്ടാണ് വന്നത്. അപ്പോൾ സിറ്റിയിലേക്ക് കയറിയപ്പോഴും എനിക്ക് വലിയൊരു ഇത് കിട്ടിയില്ല കേട്ടോ. കുറേ കല്യാണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് പാട്ടുകൾ കേൾക്കാട്ടോ, ഓരോ റെസ്റ്റോറൻറ്റിൻ്റെയും ഓരോ ഇതിൻ്റെയും പാലസിൻ്റെയും സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ. പക്ഷേ ഈ സിറ്റിയിൽ കയറിയ വശം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. ഇത് നന്നായിട്ടുണ്ട്. കാരണം അവിടെ ഇവിടെയും യൂറിൻ പാസ് ചെയ്യേണ്ട ഇങ്ങനെ ഒരു സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ സിറ്റിയിലേക്ക് കയറിയ വശം തന്നെ. അപ്പോൾ അത് ഒരു കനാലിനോട് ചേർന്നിട്ടാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു കോർപ്പറേഷൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് നല്ലൊരു ഇതായിട്ടുണ്ടായിരുന്നു. അവിടെ ലോക്കൽ വഴിയോര കച്ചവടക്കാരും അതുപോലെ തന്നെ ഇങ്ങനത്തെ
അങ്ങനത്തെ വണ്ടികളും രാജസ്ഥാൻ ബാൻഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഫസ്റ്റ് ഇമ്പ്രഷനാണ് പറയണത് കേട്ടോ. ഉദയ്പൂർ കയറിയിട്ടുള്ളൂ, ഞാൻ കയറിയ കാഴ്ചകളും കണ്ട കാര്യങ്ങളുമാണ് ഞാൻ പറയണത്. അങ്ങനെ നമ്മളൊരു ഇടവഴി കൂടെ, ഒരു ഗല്ലിയുടെ ഉള്ളിൽ കൂടെ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടാ. തൊട്ടപ്പുറത്ത് എന്തോ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ അത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. എനിക്ക് അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നാളെ ആയിരിക്കും സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങണത്. അപ്പോൾ എൻ്റെ ഇത് മറയ്ക്കുമോ എന്നൊന്നും അറിയില്ല. ഉദയ്പൂർ സിറ്റി നോക്കാം. ഞാൻ താമസിക്കുന്നത് ഫുഡ് സ്പ്രിൻറ്റ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് കേട്ടോ. ഭയങ്കര ആതിഥ്യ മര്യാദയുള്ളവരാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഇത്ര സൈക്കിൾ ഓടി വന്നതാണ്, പെട്ടെന്ന് റെസ്റ്റ് എടുത്തോ, ഇന്ന സ്ഥലത്ത് ഇവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ, അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് കാര്യമായി കേട്ടോ. ആ ഹോസ്റ്റലിലത്തെ ആൾക്കാർ, നിങ്ങൾക്ക് താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാം കേട്ടോ. 350 രൂപ 500 രൂപയൊക്കെ റേഞ്ച് ഉള്ളൂ പെർ നൈറ്റ് വരുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങിയില്ല. അതെന്താണെന്നുള്ളത് നാളത്തെ വ്ളോഗിൽ കാണാം. ഇനി നമ്മൾ സൈക്കിൾ അവിടെ പുറത്ത് വെച്ചിട്ട് നമ്മുടെ സുഹൃത്ത് ഇനി എന്താണ് സോളോ യാത്ര ലാസ്റ്റത്തെ ട്രിപ്പാണെന്ന് വീഡിയോയുടെ തുടക്കം പറഞ്ഞത്, അതിൻ്റെ റിവീലിംഗ് ആണ് ഇനി വരുന്നത്. അപ്പോൾ സൈക്കിളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഒന്ന് സെറ്റിലായിട്ട് ജസ്റ്റ് ഞാൻ ആളെ കാണാൻ വേണ്ടി പോയിട്ടാ. അങ്ങനെ നമ്മൾ ക്രിസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടാണ്. ഞാൻ പറഞ്ഞ സർപ്രൈസ് ആളായിരുന്നു. 26 വയസ്സുള്ളൂ, എൻ്റെ അതേ പ്രായമാണ്. കൊച്ചിയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ആൾ സിംഗപ്പൂരിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹായ് ക്രിസ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ ആക്ച്വലി വി ഹാവ് ബീൻ ടോക്കിംഗ് ഫോർ ആൻ അവർ. ആക്ച്വലി ഇറ്റ്സ് ബീൻ ആൻ അവർ. 1 മണിക്കൂറൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ ബൈക്ക്. ലൈക്ക് ദിസ് ഈസ് സെറ്റപ്പ്. അല്ല, ഇതാണ് ആളുടെ സെറ്റപ്പ് വരുന്നത് കേട്ടോ. ട്രൈബാൻ്റെ വിച്ച് മോഡൽ? ഗ്രാവൽ 520. അതിൽ സ്ട്രാമ ഗ്രൂപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമുണ്ട്. ലൈക്ക് ഹീ ഈസ് ക്യാമ്പിങ് ആൻഡ് എവറിത്തിങ് ഈസ് ഇൻ ദിസ് ബാഗ്. ക്യാമ്പ് ചെയ്യുന്ന ടെൻറ്റ്, അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗ്, സ്ലീപ്പിംഗ് മാട്രസ് ആൻഡ് പില്ലോ, എവറിത്തിങ് ഈ ഒരു ചെറിയ ബാഗിലാണ് കേട്ടോ. Like I was like shocked first when if you saw my setup you will be oh my god definitely അങ്ങേര് കണ്ണ് തള്ളി പോട്ടാ എൻ്റെ സെറ്റപ്പ് കണ്ടെങ്കിൽ. ലൈക്ക് ഇറ്റ്സ് സൂപ്പർ ലൈറ്റ് ആൻഡ് ഇറ്റ്സ് സോ സ്മോൾ. I was curious like what's inside. അങ്ങനെയായി പോയിട്ടാ ഈ സാധനം. What you are telling? I think everything I've got is 15 kg. 15 kg. Oh, on top of the bike. Bike's about 12, so 15 kg on top of that. So not too like bad. I have to improve a lot. I just started improving guys നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബാഗ് ഉണ്ട് കേട്ടോ ആൾക്ക്. അതുണ്ട്. പിന്നെ ഇത് ഫിൽട്രേഷനാണ്. ഫിൽറ്റർ ചെയ്തു ബാഗ്, ഫിൽറ്ററും കാര്യങ്ങളൊക്കെ, വാട്ടർ ഫിൽറ്റർ, ഇതാളുടെ ടോയ്ലറ്ററി, അങ്ങനത്തെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ. ഇതാണ് സെറ്റപ്പ്. അപ്പോൾ I hope we can ride. I hope so. ആൾക്ക് കുറച്ച് ഹെൽത്ത് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി ഇൻ നെക്സ്റ്റ് 10 days you will be ready to ride. 10 days maximum. അതെ, മാക്സിമം പോയാൽ 10 daysനുള്ളിൽ യാത്ര ഒരുമിച്ചായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. ഇന്നലെ രാത്രിയാണ് വന്നത് ഇവിടെ. So I think I'm going to wind up this vlog. So stay tuned guys. Tomorrow 6 PM I usually upload videos every day at 6 PM. Nice. That's why I'm trying to say. So നാളെ 6 മണിക്ക് കാണാം. Till then, bye. Bye. Bye.